+2 കഴിഞ്ഞിട്ട് നേഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളായിരിക്കും ഭൂരിഭാഗം പെൺകുട്ടികൾ. ഒരുപാട് ആൺകുട്ടികൾക്കും ഈ ഒരു ആഗ്രഹമുണ്ട്. എന്നാൽ LBSലൂടെ കേരളത്തിൽ നേഴ്സിംഗിന് ഒരു അഡ്മിഷൻ കിട്ടാൻ പറഞ്ഞാൽ നല്ല പണിയാണ്. ഓൾമോസ്റ്റ് ഒരു 85% മുകളിൽ മാർക്ക് ഉണ്ടെങ്കിലൊക്കെയാണ് നല്ലൊരു കോളേജിൽ നമുക്ക് അഡ്മിഷൻ കിട്ടുന്നത്. ഇങ്ങനെ വരുന്ന സമയത്താണ് ഒരുപാട് കുട്ടികൾ കോയമ്പത്തൂരും ബാംഗ്ലൂരും ഒക്കെ ഉള്ള സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കോളേജുകളിൽ നേഴ്സിംഗിന് അഡ്മിഷൻ എടുക്കുന്നത്. എന്നാൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ വേൾഡ് റാങ്കിൽ ടോപ്പിൽ നിൽക്കുന്ന യൂണിവേഴ്സിറ്റികളിൽ അബ്രോഡ് പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് പലർക്കും അറിയില്ല. എന്നാൽ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വളരെ കുറഞ്ഞ ഫീസിൽ നഴ്സിംഗ് പഠിക്കാൻ പറ്റുന്ന ഒരുപാട് മലയാളി സ്റ്റുഡൻസ് ഓൾറെഡി നഴ്സിംഗ് പഠിക്കുന്ന ജോർജിയ എന്ന കൺട്രീനെ കുറിച്ചിട്ടും അവിടെയുള്ള നഴ്സിംഗ് യൂണിവേഴ്സിറ്റികളെ കുറിച്ചിട്ടും. പിന്നെ അതുപോലെ നമ്മൾ ഇന്ത്യയിൽ നഴ്സിംഗിന് പഠിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റുകളും ജോർജിയയിലും പഠിക്കുന്നുണ്ട്. ഞാൻ സാധാരണ MBBS കുട്ടികളോട് പാർട്ട് ടൈം ചെയ്യാൻ പറ്റില്ല എന്ന് പറയാറുണ്ട്. പക്ഷെ നഴ്സിംഗിന് കുറച്ചുകൂടെ സമയമുള്ളത് കൊണ്ട് പാർട്ട് ടൈം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നഴ്സിംഗിനെ കുറിച്ചിട്ട് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ യൂട്യൂബിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ജോർജിയയിൽ നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികളും നമ്മുടെ ഫോറിൻ ഡിഗ്രി യൂട്യൂബ് ചാനലിൽ പോയിട്ട് ഈ വീഡിയോ കാണും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും.